എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ക്രിസ്മസ് വരവായി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് പ്ലം കേക്കിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ പ്ലം കേക്കിന് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രൂട്ട് മിക്സിംഗ് ആണ്. അത് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ചെയ്യണം. മിനിമം ഒരു 14 ദിവസം മുന്നേ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അതിനെ ചോപ്പ് ചെയ്ത് വെക്കണം. അപ്പം ഞാനിവിടെ ചെറി ആദ്യം ചോപ്പ് ചെയ്തു, പിന്നെ കിവി, പിന്നെ ഡേറ്റ്സ്, പിന്നെ അങ്ങനെ വലിയ വലിയ പീസൊക്കെ വാങ്ങിക്കുന്ന നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ചെറിയ അളവിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ബാക്കി വരുന്ന ഫ്രൂട്ട്സൊക്കെ. അപ്പം ഞാൻ ഫ്രൂട്ട് മിക്സിങ്ങിന് പിന്നെ ഫ്രൂട്ട്സ് മാത്രമേ ഞാൻ ചേർക്കാറുള്ളൂ. അല്ലാതെ നട്ട്സ് ചില ആൾക്കാർ ചേർക്കാറുണ്ട്. ഈ നട്ട്സ് ഇങ്ങനെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വയ്ക്കുമ്പോൾ അത് കുതിർന്ന് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ പൊതുവേ എല്ലാവരും കഴിക്കുമ്പോഴും പറയും ഒരു ക്രഞ്ചി ആയിട്ട് കിട്ടണമെങ്കിലും ഒരു ഫ്രഷ് ആയിട്ട് തോന്നണമെങ്കിലും അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും നട്ട്സ് ഇടുന്നത് നല്ലത്. കട്ട് ചെയ്യാനുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ഇനി ഓരോന്നായിട്ട് നമുക്ക് മിക്സിങ് കാണിച്ചു തരാം. ആദ്യം ഞാനൊരു 1/4 കിലോ ക്രാൻബെറീസ് എടുത്തു. പിന്നെ മുന്തിരി, ഉണക്ക മുന്തിരി, അതും ഒരു 1/4 കിലോ ആയിരുന്നു. പിന്നെ ഒരു 1/4 കിലോ 2 കളർ മിക്സ് ചെയ്തിട്ടുള്ള റെഡും പിന്നെ ഗ്രീനും മിക്സ് ആയിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ചേർത്തു. പിന്നെ കട്ട് ചെയ്ത കിവി, പ്ലം, അങ്ങനെ നമ്മൾ വലിയ വലിയ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തത് അതും ചേർത്തു. പിന്നീട് നമ്മൾ മുറിച്ച് വെച്ച ചെറി അത് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെയും പീല് പിന്നെ ഷുഗർ സിറപ്പിൽ വേവിച്ചെടുത്തിട്ട് അത് വെയിലത്ത് ഉണക്കി നല്ല ഓറഞ്ച് ക്യാൻഡി, പീൽ ക്യാൻഡി എന്ന് പറയും, അത് നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. ആ ഓറഞ്ചിൻ്റെ ഒരു ചെറിയൊരു കയ്പും അതിന് തോന്നിക്കും, ചെറിയൊരു മധുരം, ആ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ഇതാണ്. പിന്നെ കൂടാതെ തന്നെ ക്യാരറ്റ് ഇതേപോലെ ഷുഗർ സിറപ്പിൽ നല്ലപോലെ വേവിച്ചിട്ട് നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കും. എന്നിട്ട് വെയിലത്ത് നന്നായി ഉണക്കും. അതൊരു 3-4 ദിവസം മുന്നേ അങ്ങനെ ചെയ്തിട്ട് ഡ്രൈ ആക്കി വെച്ചു. അതും ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തു. കട്ട് ചെയ്ത് വെച്ചതും എല്ലാ ഫ്രൂട്ട്സും എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ലിക്കർ അല്ലെങ്കിൽ വൈൻ അത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു മോയ്സ്ചർ വരും. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ ഒരു നനവെത്തുമ്പോൾ അത് നന്നായിട്ടൊരു സോക്കായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ആദ്യം ഭരണിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ വൈൻ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തണം എന്നില്ല. അപ്പോൾ ഒരു 2 കിലോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചതിലേക്ക് ഞാനൊരു 2 കപ്പ് വൈനാണ് ചേർത്തത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് വൈൻ ഉപയോഗിച്ചിട്ട് ആ ട്രേയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തു. ബാക്കി കുപ്പിയിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ക്യാപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കുക. എന്നിട്ടൊരു 14 ദിവസം അതുപോലെ വെച്ചിട്ട് നമ്മൾ ആ 14 ദിവസം കഴിഞ്ഞ് തുറന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കും. അപ്പോൾ വീണ്ടും നമുക്ക് ആ സമയത്ത് കാണാം എങ്ങനെ നമുക്ക് ഇത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.